ഹലോ നമസ്കാരം. പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ട്വിസ്റ്റൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാഗേന്ദ്രനെ പുറത്താക്കിയതിൽ ജലജയ്ക്ക് മാത്രമാണ് പങ്കെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആദർശം നയനി ദേ ഇപ്പോൾ കണ്ടെത്താണ് ജലജയ്ക്ക് മാത്രമല്ല പങ്കുള്ളത്, അതുപോലെ തന്നെ പങ്ക് അജയനും അതുപോലെ ജാനകിക്കും ഉണ്ടെന്ന്. കാരണം നാഗേന്ദ്രയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അജയൻ ഒരിക്കലും കാണാത്ത ദേഷ്യവും വെറുപ്പും ഒക്കെ നാഗേന്ദ്രയോട് തോന്നുന്നതായിട്ട് ആദർശിന് മനസ്സിലാകുകയാണ്. എന്നാൽ ജയനോട് സംസാരിക്കുമ്പോൾ ജയൻ അത്രയൊന്നും തോന്നുന്നില്ല. ദേവയാനിക്കും അതെ, നാഗേന്ദ്രനിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് ജയനും ദേവയാനിയും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അജയൻ അത് അംഗീകരിച്ചു കൊടുക്കുന്നേയില്ല, ജാനകിയും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ജലജയ്ക്ക് മാത്രമല്ല അജയനും ജാനകിക്കും ഇതിലെന്തോ പങ്കുണ്ട് എന്ന് ആദർശും നയനിയും തിരിച്ചറിയാണ്. പിന്നെ അതിൻ്റെ പുറകെ ആദർശം നടന്ന് സത്യങ്ങൾ കണ്ടെത്തുകയും അവസാനം ആ സത്യങ്ങളെല്ലാം മുത്തശ്ശൻ്റെ മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ മുത്തശ്ശനെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അജയനും ഇങ്ങനൊരു മുഖം ഉണ്ടോ എന്ന് ഓർത്തിട്ട് അങ്ങനെ മുത്തശ്ശൻ അജയനെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അങ്ങനെ ആദർശം നയനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദർശം നയനയോട് പറയുന്നുണ്ട്, നയനെ, നമ്മൾ ഇത്രയും നാളും വിചാരിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ. നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നുമില്ല. അത് പലരുടെയും ചതി മാത്രമാണെന്നാണ് തോന്നുന്നത് എന്ന് പറയാം. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അതെന്താ ആദർശേട്ടാ ഇപ്പം അങ്ങനെ തോന്നാനായിട്ട്? അത് അപ്പച്ചിയുടെ ചതിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പച്ചി ചതിച്ചതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായതല്ലേ. ശങ്കരേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അതൊക്കെ വെളിവായതുമാണ്. ഇനിയിപ്പോൾ അതിലെന്താ? പിന്നെ മുത്തശ്ശൻ്റെ തെറ്റിദ്ധാരണ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ മുത്തശ്ശൻ സമയം കൊടുത്തില്ല. പക്ഷെ ആദർശേട്ടാ, അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. നമ്മൾ അയാളെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം എന്ന് പറയണം. അപ്പോൾ ആദർശം പറയാം, ശരിയാ നയനെ, എനിക്കും അങ്ങനെയൊക്കെ തോന്നി. ഞാനും അയാളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. അയാൾക്ക് എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ജീവിച്ചപ്പോൾ ഇവിടെ ഒരു കള്ളത്തരങ്ങളും കാണിച്ച് അയാൾ ജീവിച്ചിട്ടില്ല. അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും അവിടെ ഒന്നും ദോഷകരമായിട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരിൽ ഒരാളാണ് നാഗേന്ദ്രൻ. മുത്തച്ഛൻ്റെ കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന നാഗേന്ദ്രനെ ഒരു ചതിയിൽപ്പെടുത്തിയത് ആരൊക്കെയോ ചേർന്ന് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നയനയും പറയാണ്, ശരിയാണ് ആദർശേട്ടാ, നമുക്ക് അയാളോട് മാപ്പ് പറയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അയാളുടെ മനസ്സിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് അനന്തപുരി തറവാടിന് നന്മയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോഴും ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ആരും മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. ഞാനിന്ന് മുത്തശ്ശിയോട് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അപ്പോൾ മുത്തശ്ശിയും പറയുന്നത് അയാളുടെ കാര്യങ്ങളൊന്നും ഈ അനന്തപുരി തറവാട്ടിൽ പറയേണ്ടെന്നാ. മുത്തശ്ശന് താല്പര്യമില്ലാത്തവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന മുത്തശ്ശന് ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നാഗേന്ദ്രനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമോ? അഭിയുടെയും അവന്തികയുടെയും ഒക്കെ അച്ഛനല്ലേ അയാൾ. ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും നമ്മുടെ ജ്വല്ലറിയുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും ഒക്കെ എല്ലാവരും മറന്നുപോയി ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണ കൊണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ശങ്കരേട്ടനോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അപ്പച്ചി ചതിച്ചു എന്നുള്ളതാണ്. അപ്പച്ചി അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം ഇപ്പോഴും അത് തന്നെയാണല്ലോ കാണിച്ച് വയ്ക്കുന്നത്. സ്വന്തം മക്കളെന്നോ ഭർത്താവെന്നോ വീട്ടിലുള്ളവരെന്നോ ഒന്നുള്ള ചിന്ത അപ്പച്ചിക്കില്ല. സ്വന്തം കാര്യസാധ്യത്തിനായിട്ട് എന്ത് ചെയ്യാനും യാതൊരു മടിയില്ല. അപ്പോൾ പിന്നെ നാഗേന്ദ്രനോട് അപ്പച്ചി ചെയ്തില്ലെങ്കിലേ പ്രശ്നമുള്ളൂ എന്ന് പറയുമ്പം നയന പറയാം, എന്നാലും അങ്ങനെ ഒരു കാര്യം അപ്പച്ചി ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തോ കളികളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഇളയച്ചനും ഇളയമ്മയൊക്കെ ഈ കാര്യത്തിൽ എന്തോ പേടിക്കുന്ന പോലെ എനിക്ക് തോന്നി. നാഗേന്ദ്രനെ കുറിച്ചിട്ടുള്ള സത്യങ്ങൾ പോലും തുറന്നു പറയാൻ ചെന്നപ്പോൾ ഇളയച്ചൻ അതൊന്നും കേൾക്കണ്ട എന്നുള്ള ഭാവമായിരുന്നു. അയാൾ ഈ കുടുംബത്തിന് ദോഷമേ ചെയ്തിട്ടുള്ളെന്നും നമ്മുടെ ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിച്ചെന്നും മുത്തശ്ശനെയും മറ്റുള്ളവരെയും ചതിച്ചുവെന്നും ഉറപ്പിച്ച് പറയാണ്. ഇളയച്ചൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ അപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ നയന പറയാണ്, ശരിയാണ്, ഞാൻ ഇളമയോടും സംസാരിച്ചു ഇക്കാര്യത്തെക്കുറിച്ച്. അങ്ങനൊരു കാര്യം ഇവിടെ സംസാരിക്കേ വേണ്ട എന്നുള്ള ഒരു ധാരണയിലാണ് ഇളയമ്മയും. ഇളയമ്മ പറയുന്നത് അത് പറയേ വേണ്ട എന്ന്. നാഗേന്ദ്രൻ ചതിയനാണെന്നും ജലജയെ വരെ വഞ്ചിച്ചിട്ട് പോയവനാണെന്നുമാണ് അവർ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് സത്യമെന്ന് പറഞ്ഞപ്പം സത്യത്തിൻ്റെ ഒരു അംശം പോലും ശങ്കരേട്ടൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നും വേറെ ചില കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ടെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇതിൽ ചില കാര്യങ്ങൾ അറിയാം. പക്ഷെ മുത്തശ്ശിയോട് ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുത്തശ്ശിയും എന്തോ പേടിക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് നയന പറയാം. അതെന്താണെന്ന് അപ്പോൾ ആദർശ് ചോദിക്കുക, അല്ല മുത്തശ്ശൻ എതിർക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്. മുത്തശ്ശന് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഈ വീട്ടിൽ ചർച്ച ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് പറയാം.
അപ്പം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ചർച്ച ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നാഗേന്ദ്രൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അയാളെ ഇവിടെ നിന്ന് നട തള്ളുമ്പോൾ അയാളുടെ മനസ്സുണ്ടാകുന്ന വിഷമം എന്താണ്? സ്വന്തം ഭാര്യയും മക്കളും പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് അയാൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നില്ലേ? അപ്പച്ചിയുടെ ആ ഒരു സ്വാർത്ഥത കാരണമായിരിക്കും ചിലപ്പോൾ അപ്പച്ചി കൂടെ പോകാതിരുന്നത്. എന്നാലും ഇത്രയും വർഷങ്ങൾ അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ മക്കളെയല്ലേ. മക്കളെക്കുറിച്ച് ഒരു കാര്യങ്ങൾ അറിയാനോ മക്കളെ ഒന്ന് കാണാനോ പോലും ഇവരാരും സമ്മതിച്ചില്ല. സത്യം വെളിപ്പെടുത്താൻ മുത്തശ്ശൻ്റെ അടുത്ത് പല പ്രാവശ്യം എത്തിയെന്ന് പറയുന്നു. എന്നിട്ടും മുത്തശ്ശൻ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായുമില്ല. എന്തായാലും ആ വാശിയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെയാണ് നാഗേന്ദ്രനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. വിദേശത്തൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്ന് വലിയ നിലയിലാകണമെന്നും അതിനുശേഷം അനന്തപുരി തറവാട്ടിലുള്ളവരോട് പകരം വീട്ടണമെന്നുള്ള ഒരു വാശി നാഗേന്ദ്രനുണ്ടായത് ഈ ചതി കാരണമാണ്. എല്ലാവരും കൂടി തന്നെ ചതിച്ച് പുറത്താക്കിയല്ലോ എന്ന് ആലോചിച്ചപ്പോഴേക്കും നാഗേന്ദ്രൻ അങ്ങനെ തോന്നിയില്ലെങ്കിലേ ഉള്ളൂ എന്ന് ആദർശ് പറയുക. അപ്പോൾ നയന് പറയുന്നുണ്ട്, പക്ഷേ ആദർശേട്ടാ, നമുക്ക് അയാളോട് തന്നെ ചോദിച്ചാലോ ഈ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് പറയാം. ചോദിക്കണം എന്നുണ്ട്, പക്ഷേ നമ്മളിപ്പം ഈ ഒരു അവസ്ഥയിൽ നേരിട്ട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ നാഗേന്ദ്രൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മളെ തകർക്കാന്നുള്ളൊരു വൈരാഗ്യവും ശത്രുതയും ഒക്കെ അയാളുടെ മനസ്സിലുണ്ട്. അത് ഇനിയും ആളിക്കത്തും. ഇപ്രാവശ്യം നമ്മൾ ജയിച്ചെങ്കിലും നാഗേന്ദ്രൻ ഒളിഞ്ഞിരുന്ന് ഇനിയും കളിക്കും. അതില്ലാതാക്കേണ്ടത് ആവശ്യമാണെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അത് ശരിയാ ആദർശേട്ടാ, അതില്ലാതാക്കണം. അയാളുടെ ഉള്ളിൽ ആ പക ഇനിയും നീറി പുകയരുത്. അത് നമ്മുടെ അനന്തപുരി തറവാടിന് തന്നെ ദോഷമായിരിക്കും. അതുകൊണ്ട് നാഗേന്ദ്രൻ്റെയും മുത്തശ്ശൻ്റെയും തമ്മിലുള്ള ആ തെറ്റിദ്ധാരണ മാറ്റി പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണം. അതിനി അപ്പച്ചിക്കോ ഇളയച്ചനോ ഇളയമ്മയ്ക്കോ ഇഷ്ടമായില്ലെങ്കിലും അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പോകണ്ട ആദർശേട്ടാ. അതിനായിട്ട് നമുക്ക് ശ്രമിക്കണം എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാൻ, അതെ, കുറച്ചുകൂടിയൊക്കെ കഴിയട്ടെ, നമ്മളിപ്പോൾ ചാടിക്കയറിപ്പോയി അന്വേഷിക്കാൻ. അപ്പോൾ നയന പറയാം, കുറച്ചുകൂടി കഴിയട്ടെ എന്നൊന്നും ആദർശേട്ടാ വിചാരിക്കേണ്ട. ഇതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും അനന്തപുരി തറവാട്ടിൽ പുകയുന്നുണ്ട്. ഇതിനെ തിരിച്ചു മറിക്കാനായിട്ട് ഇവിടെ പലരും ശ്രമിക്കും. നമുക്ക് എന്തായാലും നാഗേന്ദ്രനെ നേരിട്ട് കാണാം. ആദർശേട്ടൻ അയാളെക്കുറിച്ചും അയാളുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പം എനിക്കും ആ വ്യക്തിയെ ഒന്ന് നേരിട്ട് കാണണമെന്ന് തോന്നി. കാര്യങ്ങൾ ചിലത് ചോദിക്കണമെന്നും സംശയങ്ങൾ നിവാരണം വരുത്തണമെന്നും മാപ്പ് പറയണമെന്നും ഒക്കെ എനിക്കും തോന്നി എന്ന് പറയാണ്. അപ്പം ആദർശം പറയാം, ശരിയാ, എനിക്കും തോന്നി, ചെയ്തത് തെറ്റായി പോയി എന്നൊരു വാക്കെങ്കിലും അയാളോട് പറയണം. അതുകൊണ്ട് അയാളെ നമുക്കൊന്ന് പോയി കാണണം എന്ന് പറയാം. അപ്പം നയന് പറയുന്നുണ്ട്, ആദർശമായിട്ട് പോകുന്ന സമയത്ത് ഞാൻ കൂടി വരാം. കാര്യങ്ങളൊക്കെ നയത്തിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട്, അതെന്താണെന്ന് കൂടി നമുക്കറിയാമെന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, ശരിയാ, നമുക്ക് പോകാം എന്ന് പറയാൻ കേട്ടോ. അതേസമയം വീണ്ടും അജയനോടും അതുപോലെ ജാനകിയോടും ഇക്കാര്യത്തെക്കുറിച്ചൊന്ന് ചോദിക്കാൻ ആദർശും നയനയും കൂടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദർശം നയനയും കൂടി അജയൻ്റെയും ജാനകിയുടെയും മുറിയിലേക്ക് ചെല്ലുക. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ടല്ലോ, എന്താ ആദർശം ഇങ്ങോട്ട്, എന്താ പ്രത്യേകിച്ച് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് അനിയുടെ വിവാഹക്കാര്യം തന്നെയാണ് പറയാൻ വേണ്ടി ഞങ്ങൾ വന്നതെന്ന് പറയാം. അപ്പം അജയൻ പറയുന്നുണ്ട്, അതെ, അനിയുടെ വിവാഹക്കാര്യം, അനിയുടെ വിവാഹം ഉറപ്പിച്ച് വച്ചിരിക്കുകയല്ലേ അവന്തികയുമായിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ജാനകിയും പറയാം, അതെ, അതിലിനി മാറ്റമൊന്നുമില്ലല്ലോ, ഇനി നന്ദുവിൻ്റെ കാര്യം സൂചിപ്പിക്കാനാണോ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല ഇളയമ്മേ, അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഞങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അവളെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വിടാൻ അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഒട്ടും താല്പര്യമില്ലെന്നും നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പിന്നെ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞങ്ങളിവിടെ വരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ജാനകി പറയാം, അല്ല, നിങ്ങളുടെ ഈ വരവിന് എന്തോ പ്രധാന ഉദ്ദേശമുണ്ട്. അനിയാണെങ്കിൽ ഒറ്റക്കാലി നിൽക്കുക, നന്ദുവിനെ തന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതൊന്നും നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അനി നന്ദുവിനെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവരില്ല എന്ന് പറയാ ജാനകി. അപ്പോൾ അജയും പറയാ, അവൾ പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആദർശേ. അവന്തികയും അനിയും കൂടെയുള്ള വിവാഹം തന്നെ നടക്കട്ടെ, അത് തന്നെയായിരിക്കും ചിലപ്പോൾ ശരി. കാരണം നന്ദുവുമായിട്ട് ഇത്രയും നാളുമൊക്കെ വിവാഹം കഴിക്കാൻ വേണ്ടി നടന്നിട്ടും അവിടെ കനകയ്ക്കും ഗോവിന്ദനും ഒന്നും യാതൊരു താല്പര്യവും ഇല്ല. അങ്ങനെയുള്ളവരോടത്തുനിന്ന് ഇങ്ങോട്ട് പെണ്ണെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അനി പക്ഷേ ഇപ്പോഴും നന്ദു എന്ന് പറഞ്ഞ് മാത്രമാണ് നടക്കുന്നത്. ഇന്നും കൂടി ഇവളോട് ദേഷ്യപ്പെട്ടിട്ട് പോയേ ഉള്ളൂ. എന്തായാലും അടുത്ത പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോഴേക്കും തന്നെ ആ ഡിവോഴ്സിൻ്റെ കാര്യം ശരിയാക്കണം. അനാഗമികമായിട്ടുള്ള ഡിവോഴ്സ് ഉടനെ തന്നെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഡിവോഴ്സ് കിട്ടിയ ഉടനെ തന്നെ ഇവരുടെ വിവാഹ നിശ്ചയം നടത്തുകയാണ്. ഉടനെ തന്നെ വിവാഹവും നടത്താമെന്നാണ് എൻ്റെയും തീരുമാനം എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാം, അല്ല, ഇളയച്ചന് അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ തീരുമാനം. അനിയുടെ ഇഷ്ടത്തിന് ഇളയച്ചൻ കുറച്ചുകൂടിയൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നതാണല്ലോ. ഇപ്പം എന്താ പെട്ടെന്നൊരു ഭാവമാറ്റം എന്ന് ചോദിക്കുക. അപ്പം അജയൻ പറയാം, അല്ല, അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇത്രയും നാൾ നിന്നു കൊടുത്തു. അല്ല, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നന്ദുവുമായിട്ടുള്ള വിവാഹത്തിന് മറ്റാർക്കും താല്പര്യമില്ലാത്തപ്പം ഞാൻ പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? അവന്തിക നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടി തന്നെയല്ലേ. അവളും അനിയും കൂടിയുള്ള വിവാഹം നടന്ന അതിലും ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ്, പ്രത്യേക അച്ഛനും അമ്മയ്ക്കും ഒക്കെ. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും എതിര് നിൽക്കുന്നില്ലെന്ന് പറയുകയാണ്.
അപ്പോഴേക്കും ഉടനെ തന്നെ ആദർശ് ചോദിക്കുക, അത് ശരിയാണ്, പക്ഷേ അവന്തികയുടെ അച്ഛൻ ആ നാഗേന്ദ്രനല്ലേ, അയാളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അയാൾ അത്ര പ്രശ്നക്കാരനാണെന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിവാഹത്തിന് മുന്നിൽ നിന്ന് നടത്താൻ നാഗേന്ദ്രനെ കൂടി ക്ഷണിക്കേണ്ടി വല്ലേന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ അജയനും ജാനകി ഞെട്ടിപ്പോവാണ്. ഉടനെ തന്നെ നയന പറയാം, അതെ അത് വേണം, അവന്തികയുടെ അച്ഛനല്ലേ നാഗേന്ദ്രൻ, അപ്പോൾ പിന്നെ ഈ വിവാഹത്തിനും നിശ്ചയത്തിനും ഒക്കെ നാഗേന്ദ്രനും കൂടി ഉണ്ടാവണം. നാഗേന്ദ്രന് ഒരു അബദ്ധം പറ്റിയതാണെന്നും അപ്പച്ചി ചതിച്ചതാണെന്നുള്ള കഥകൾ ശങ്കരേട്ടനിൽ നിന്ന് അറിഞ്ഞപ്പോൾ മുതൽ അങ്ങനെ തോന്നാൻ തുടങ്ങിയതാണെന്ന് പറയാം. അപ്പം ഉടനെ അജയൻ പറയാം, പിന്നെ നാഗേന്ദ്രൻ അവനെ ഈ വീടിൻ്റെ പടി കയറാൻ സമ്മതിക്കില്ല. അച്ഛനും അമ്മയ്ക്കും ഒന്നും താല്പര്യമില്ലാത്ത ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? അവന്തിക ഇത്രയും നാളും അച്ഛനില്ലാത്ത കുട്ടിയായിട്ട് ഇവിടെ വളർന്നതാ. അങ്ങനെയുള്ള ഒരുത്തിയുടെ വിവാഹ നിശ്ചയവും അങ്ങനെ തന്നെ നടന്നാൽ മതി. മുത്തശ്ശനൊക്കെ കൈ പിടിച്ചു കൊടുത്തോളും, അല്ലാതെ ഇനിയിപ്പോൾ നാഗേന്ദ്രനെ കൊണ്ടുവന്ന് കൈ പിടിച്ചു കൊടുക്കാനൊന്നും ആരും നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഉടനെ ആദർശ് പറയാം, എന്നാലും അതല്ലല്ലോ ശരി, നാഗേന്ദ്രൻ അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇളയച്ചാന്ന് പറയാം. നാഗേന്ദ്രൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാൻ പല പ്രാവശ്യം ആദർശൻ നിന്നോട് പറഞ്ഞു നാഗേന്ദ്രനെ കുറിച്ചിട്ടുള്ള ടോപ്പിക് ഇവിടെ സംസാരിക്കേണ്ടെന്ന്. അതിവിടെ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. നാഗേന്ദ്രൻ അതുപോലെ തന്നെ ഈ കുടുംബത്തോടും നമ്മുടെ ജ്വല്ലറിയോടും ഒക്കെ ദ്രോഹം ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. അങ്ങനെയുള്ള ഒരു പെരുങ്കള്ളനെ തിരിച്ചിവിടെ കൊണ്ടുവരണമെന്ന് എന്താ ആദർശൻ നിനക്ക് ഇത്ര നിർബന്ധം? അപ്പം ജാനകിയും പറയാം, ശരിയാ, അയാൾ ചെയ്ത് കൂട്ടിയതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അങ്ങനെയുള്ള നാഗേന്ദ്രൻ തിരിച്ചു വരണം എന്നാണോ? അവന്തികയ്ക്ക് അങ്ങനെ ഒരു അച്ഛൻ വേണ്ട. നാഗേന്ദ്രൻ അവനിപ്പോൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്നാൽ മതി. ശങ്കരേട്ടൻ അറ്റവും മുറിയൊക്കെ പറഞ്ഞപ്പോഴേ ആദർശിൻ്റെ മനസ്സൊക്കെ മാറിയല്ലേ എന്ന് ചോദിക്കാണ് ജാനകി. അപ്പോൾ ആദർശ് പറയാം, ഏയ് നിങ്ങളൊന്നും ദേഷ്യപ്പെടണ്ട, ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുകയൊന്നുമില്ല. പിന്നെ മുത്തശ്ശനോട് എല്ലാ സത്യങ്ങളും ഒന്ന് തുറന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനുള്ള സമയമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അജയൻ പറയാം, എവിടെ സമയമായിന്ന്? എന്ത് സത്യം ഇനി അച്ഛനോട് തുറന്നു പറയാൻ നിനക്കുള്ളത്? അച്ഛൻ അറിയാൻ മേലാത്ത ഒരു സത്യങ്ങളും ഇല്ല. നീ വിചാരിക്കുന്നത് പോലൊന്നും അല്ല ആദർശ കാര്യങ്ങൾ. നാഗേന്ദ്രൻ എന്ന ജോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുക. നമ്മുടെ അനന്തപുരി തറവാടിനോടും മൂർത്തീസ് ജ്വല്ലറിയോടും ശത്രുത വെച്ചുകൊണ്ടിരിക്കുന്ന എൻ ജ്വല്ലറിയുടെ MD ആണ് നാഗേന്ദ്രൻ. അത് മാത്രം കരുതിയാൽ മതി, ആ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മതി. പഴങ്കഥകളൊന്നും ചെകഞ്ഞു പോകണ്ട. ഇത്രയും വർഷം ആരും ചെകഞ്ഞു പോകാത്ത കഥകൾ നീ എന്തിനാ ആദർശ ചെകഞ്ഞു പോകുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേണ്ട ഇളയച്ചനും ഇളമയൊന്നും ദേഷ്യപ്പെടണ്ട, ഞങ്ങളിങ്ങനെ അനിയുടെ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി വന്നു എന്നേ ഉള്ളൂ. അനിയുടെ അവന്തികയുടെ വിവാഹം ഉടനെ തന്നെ നടത്തണമെന്നാ ഞങ്ങളുടെ പക്ഷം എന്ന് പറഞ്ഞിട്ട് നയനയെ കൂട്ടിക്കൊണ്ട് ആദർശ് പുറത്തിറങ്ങുക. ഇറങ്ങുന്ന വഴി തന്നെ നയനയോട് പറയുന്നുണ്ട്, നയനെ കണ്ടില്ലേ ഇളയച്ചൻ്റെ സ്വഭാവത്തിലുള്ള ഒരു ഭാവമാറ്റം? നേരത്തെ ഒന്നും ഇളയച്ചൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പം നാഗേന്ദ്ര എന്ന ടോപ്പിക് ഇവിടെ വരികയും നാഗേന്ദ്രയെക്കുറിച്ചിട്ടുള്ള സത്യങ്ങൾ ഞാൻ അറിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം നന്നായിട്ട് ഭയക്കുന്നുണ്ട് ഇളയച്ചനും ഇളയമയും. അവരുടെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ കൂടി എല്ലാവരും അറിയുമോ എന്നുള്ള പേടി കൊണ്ട് പേടിച്ച് വിറച്ചാണെന്ന് വിചാരിക്കാം അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അയാളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞപ്പോൾ പോലും ഇത്രയധികം രണ്ടുപേരും ശോഭിച്ചത്. പക്ഷെ എന്തായിരിക്കും, ഇളയച്ചൻ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളല്ലല്ലോ. ആരുടെയും ചതിക്കും വഞ്ചനയ്ക്കും ഒന്നും കൂട്ടു നിൽക്കുന്ന ഒരാൾ. പിന്നെ ഇപ്പോൾ എന്തായിരിക്കും ഈ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് അറിയണം. അപ്പം നയന പറയാം, നാഗേന്ദ്രനോട് തന്നെ ചെന്ന് നമുക്ക് ചോദിക്കാം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാ, നമുക്ക് രണ്ടുപേർക്കും കൂടി നാഗേന്ദ്രനെ തന്നെ പോയി കാണാമെന്ന് പറയാണ്. അങ്ങനെ നയനയും ആദർശും കൂടി മറ്റാരും അറിയാതെ തന്നെ നാഗേന്ദ്രനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നാഗേന്ദ്രൻ താമസിക്കുന്ന ആ ഹോട്ടലിലേക്ക് അവർ രണ്ടുപേരും കൂടി ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ നാഗേന്ദ്രൻ താമസിക്കുന്ന റൂമിൽ എത്തി കോളിംഗ് ബെല്ലടിക്കുകയാണ് കേട്ടോ. അങ്ങനെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ നാഗേന്ദ്രൻ തന്നെ വന്ന് വാതിൽ തുറക്കുമ്പോൾ ആദർശിനെയും നയനെയും കണ്ട് നാഗേന്ദ്രൻ ഒന്ന് ഞെട്ടുകയാണ്. ഇനിയിപ്പോൾ എന്ത് പ്രശ്നത്തിനായിരിക്കും ആദർശ് എത്തിയിട്ടുണ്ടാവുക എന്ന് നാഗേന്ദ്രൻ ആലോചിക്കുക. അപ്പോഴേക്കും നാഗേന്ദ്രൻ വാതിക തന്നെ നിന്ന് ചോദിക്കുകയാണ്, എന്തിനാ ആദർശം ഇങ്ങോട്ട് വന്നത്? എന്താ കാര്യം? എന്താ പ്രശ്നം എന്ന് പറ. ഇനിയിപ്പം എന്താ എൻ്റെ മേലിൽ കെട്ടിവെക്കാനുള്ളത്? അപ്പോഴേക്കും ആദർശ് പറയാണ്, ഇങ്ങനെ ശോഭിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ വന്നത് അങ്കിളുടെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പം നാഗേന്ദ്രൻ ചോദിക്കുക, അങ്കിളോ? എന്തങ്കിള്? നിൻ്റെയൊക്കെ അങ്കിളായത് എപ്പോഴാണ് ഞാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ബന്ധങ്ങളൊന്നും തള്ളിപ്പറയാൻ പറ്റുന്നതല്ലല്ലോ, അങ്കിളെപ്പോഴും അങ്കിള് തന്നെയായിരിക്കും. ചില കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നതെന്ന് പറയാം. എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ജ്വല്ലറിയെയും ചതിച്ച് അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയതാ. അത്രയും അറിഞ്ഞില്ലേ? ആ ശത്രുത കൊണ്ടാണ് നിങ്ങളുടെ ജ്വല്ലറിയും കുടുംബവും നശിക്കണമെന്ന് ഞാൻ വിചാരിച്ചതും ഇവിടം വരെ എത്തിയതും നിങ്ങൾക്കെതിരെ കളിച്ചതും. അതൊക്കെ നിനക്കറിയാവുന്ന കാര്യമാണല്ലോ. നിന്റെ മുത്തശ്ശൻ വേറെ കഥകൾ വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടോ നിനക്ക്? അപ്പോൾ ആദർശ് പറയാം, ദയവേത് ഞങ്ങൾ റൂമിന് ഉള്ളോട്ടൊന്ന് കയറിക്കോട്ടെ, ഇവളാണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ടാണെന്ന് പറയാൻ. അപ്പോൾ നാഗേന്ദ്രൻ പറയാം, ശരി അകത്തേക്ക് വാ, അകത്തേക്ക് വീട്ടിലേക്ക് വരുന്നവരെ ഞാൻ അകത്ത് കയറ്റാതെ ഇരിക്കാറില്ല എന്ന് പറയാണ്.
അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി കഴിയുമ്പം ആദർശ് നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, അങ്കിളിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്കിളിൻ്റെ സ്വഭാവം. ഞങ്ങളെ ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ചിരുത്താൻ അങ്കിള് മടിയൊന്നും കാണിച്ചില്ലല്ലോ, അതിൽ നിന്നറിയാം അങ്കിളിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ നാഗേന്ദ്ര പറയുക, എൻ്റെ സ്വഭാവശുദ്ധി പരിശോധിക്കാൻ വന്നവരാണോ നിങ്ങളെന്ന് ചോദിക്കുകയാണ്. അല്ല എന്ന് പറയാണ് ആദർശ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അങ്കിളിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പച്ചിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ ചോദിക്കുക, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ അവിടെ ഇല്ല അവിടെ കള്ളത്തരം കാണിച്ചത്. അവിടുത്തെ നെക്ലേസ് എടുത്ത് മാറ്റി വെച്ചതും വിറ്റതും ഒക്കെ ഞാൻ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആദർശ് പറയാണ്, അല്ല ശങ്കരേട്ടൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് തുറന്നു പറഞ്ഞു. അങ്ങനെ ശങ്കരേട്ടൻ പറഞ്ഞത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയാണ്. അപ്പം നാഗേന്ദ്രനൊന്ന് അടങ്ങുക. എന്നിട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഓ ശങ്കരേട്ടൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും ഞാൻ ശങ്കരേട്ടനോട് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല എന്താ നിങ്ങളോട് പറയുന്നത് ചോദിക്കുക. അപ്പം ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശങ്കരേട്ടൻ പറഞ്ഞ കഥകളൊക്കെ. ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പച്ചിയുടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും ആ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ആർത്തിയും എല്ലാവരോടുമുള്ള ക്രൂരതയും ദുഷ്ടതയും കുശുമ്പും ഒന്നും മാറ്റമില്ല. നല്ല അസൂയുണ്ട് അപ്പച്ചിക്ക്. ആ സ്വഭാവമായിരിക്കുമല്ലോ അന്നും പ്രയോഗിച്ചത്. എന്നാലും സ്വന്തം മക്കളുടെ അച്ഛനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അപ്പച്ചിക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കുകയാണ്. അപ്പം നാഗേന്ദ്രൻ പറയാണ്, അവൾക്ക് ഭർത്താവായിട്ട് എന്നെ ആവശ്യമില്ല. അവൾക്ക് പണത്തിനോടാണ് ആർത്തി. പണം, സ്വർണം, സൗഭാഗ്യം അതിനോടൊക്കെയാണ് അവൾക്ക് ആർത്തി. അതെങ്ങനെയാ? അനന്തപുരി തറവാട്ടിലെ പെണ്ണല്ലല്ലോ ജലജ, എവിടുന്നോ കിട്ടിയതല്ലേ. ആ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. എന്തായാലും അവൾ എന്നെയും തിരിഞ്ഞു കടിച്ചു. അവൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടും അവൾ ചെയ്ത തെറ്റിനെ മറച്ചു വെച്ചിട്ടും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പം അവൾ എന്നെ എതിർത്ത് പറഞ്ഞു. അവൾ എന്നെ ഇറക്കി വിടാൻ കൂട്ടുനിന്നു. അജയനും ജാനകിയും എല്ലാവരും കൂടി ചേർന്ന് എന്നെ പുറത്താക്കി എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, മുത്തശ്ശന് ഈ കാര്യങ്ങളൊന്നും ഇപ്പോഴും അറിയില്ല. ഞങ്ങൾക്ക് മുത്തശ്ശനെ എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കണമെന്നുണ്ട്. ഇവിടെ വന്ന അങ്കിളിനോട് സംസാരിച്ച ശേഷം മുത്തശ്ശനോട് സത്യം പറയാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്രൻ പറയാം, വേണ്ട, ഇനിയിപ്പോൾ ആരും എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനും എന്നെ ന്യായീകരിക്കാനും ഒന്നും പോകണ്ട. ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അനന്തപുരി തറവാടിനോടുള്ള എൻ്റെ വൈരാഗ്യം ഒരിക്കലും തീരാൻ പോകുന്നില്ല. എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റിയതാണ്. അത്രയും നാളും ചോര നീരാക്കി ഞാൻ ആ ജ്വല്ലറിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും എന്നെ ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. ഒന്നുമില്ലാത്തവനെ പോലെ, വെറും ഒരു തെരുവ് നായെ പോലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എനിക്കുണ്ടായ വിഷമം പിന്നെ വർഷങ്ങളോളം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം അവിടെ എത്തിയിട്ടും അവരതെല്ലാം തടഞ്ഞു. എന്നെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല. എൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് പോലും പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറായില്ല. ഇനിയിപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് വിടാം. ഇപ്പം നിൽക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിന്നാൽ മതി. ആരും സത്യം ചെകഞ്ഞെങ്ങും പോകണ്ടെന്ന് നാഗേന്ദ്രൻ പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല അങ്കിൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാം. ഞങ്ങൾ സത്യങ്ങൾ അറിഞ്ഞു. പക്ഷേ ചില സംശയങ്ങൾ കൂടിയുണ്ട്. അങ്കിളുടെ വായിൽ നിന്ന് ആ സത്യങ്ങൾ കൂടി ഞങ്ങൾക്ക് കേൾക്കാനുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുക, അല്ല എന്ത് സത്യം ഇനിയും നിങ്ങൾക്ക് അറിയാനുള്ളത്? ശങ്കരേട്ടൻ എല്ലാം പറഞ്ഞു തന്നില്ലേ? ശങ്കരേട്ടൻ പറഞ്ഞു തന്നു പക്ഷേ എന്ന് നയന പറയാണ്. അപ്പോൾ പറയാണ്, അല്ല കുട്ടി എന്തിനാ ഇപ്പം ഈ അവസ്ഥയിൽ എൻ്റെ കാര്യങ്ങൾ തിരക്കാനായിട്ട് വന്നത്? ഇനിയിപ്പോൾ ഇതൊക്കെ തിരക്കിയിട്ട് എന്താ? എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന വിഷമവും യാതനകളും ഒന്നും ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇനി ഈ സത്യങ്ങൾ ആരെയും ബോധിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ ആദർശ് പറയണ, അല്ല ഞങ്ങളുടെ മനസ്സാക്ഷിക്കുത്ത് അത് മാറണം. ഈ തെറ്റിദ്ധാരണ മാറണം. മുത്തശ്ശൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റുപോലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ മുത്തശ്ശനും അങ്ങനെ തന്നെയാണ്. എടുത്തുചാട്ടം കൊണ്ട് മുത്തശ്ശന് ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ തിരുത്തി കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്കിളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയണം. ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു മനസ്സറിവ് ഇളയച്ചനും ഇളയമ്മയ്ക്കും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നാഗേന്ദ്രനൊന്ന് ഞെട്ടിപ്പോവാണ്. അപ്പം നാഗേന്ദ്രൻ തന്നെ പറയാണ്, അതെ നിങ്ങളുടെ ഇളയച്ചൻ അജയൻ, അവനിതിൽ ചില മനസ്സറിവൊക്കെ ഉണ്ട്. എന്നെ ആ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കുകയും മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യണമെന്നുള്ളത് അജയൻ്റെ കൂടെ അജണ്ടയായിരുന്നു. അജയൻ്റെ ആഗ്രഹമായിരുന്നത്. അതുകൊണ്ട് അജയനും അതിനുവേണ്ടി ശ്രമിച്ചു. ജലജ എന്നെ തള്ളി പറഞ്ഞപ്പോൾ ആ കൂടെ അജയനും കൂടി ചെന്ന് ജലജയെ സപ്പോർട്ട് ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചതെന്ന് പറയാണ്. അതെന്തിനാ അങ്കിളിനെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ഇറക്കി വിടണമെന്ന് ഇളയച്ചന് തോന്നാൻ കാരണം എന്ന് ആദർശ് ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ എണീറ്റ് നിന്ന് കാര്യങ്ങൾ പറയാണ്. ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിലെ കാര്യങ്ങളെല്ലാം നല്ല ഡീസൻ്റായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. കണക്കുകളും കാര്യങ്ങളും എല്ലാം നോക്കുന്നതും എല്ലാ കാര്യങ്ങളെയും മുത്തശ്ശനെ അറിയിക്കുന്നതും അതുപോലെ ബിസിനസ് പരമായ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന MBA ഞാനാണ്. അതിൽ അജയന് ചില അപകർഷതാബോധമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ജാനകിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നായിരുന്നു. അങ്ങനെ ജാനകിക്ക് ഒരുപാട് സ്വത്തും പണമൊന്നും ഇല്ലാത്തതും അജയന് മനപ്രയാസം ഉണ്ടാക്കി. മറ്റുള്ളവരെ പോലൊന്നും അല്ലല്ലോ എന്നൊക്കെ അജയൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയും കുറേ പണമൊക്കെ ഉണ്ടാക്കണം എന്നൊരു ചിന്ത അജയൻ്റെ മനസ്സിലും ഉണ്ടായി.
അതിനായിട്ട് അജയൻ ചില തിരിമറികളൊക്കെ ജ്വല്ലറിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനത് കയ്യോടെ ഒരു ദിവസം പിടിച്ചു. ആ കണക്കുകളൊക്കെ അജയനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അജയൻ എന്നെ എതിർത്ത് പറയായിരുന്നു. അപ്പോൾ ഇതെല്ലാം മൂർത്തി സാറിനോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ അജയന് എന്നോട് വൈരാഗ്യമായി. അത് ജാനകിയോട് കൂടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ജാനകിയും അജയനും കൂടെ തീരുമാനിച്ചു എന്നെ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. ആ സമയത്താണ് ഈ ഓർണമെൻറ്റിൻ്റെ പ്രശ്നം നടക്കുന്നത്. ജലജ എന്നെ തള്ളി പറഞ്ഞപ്പോഴും ജലജയ്ക്ക് പുതിയ ഓർണമെൻറ്റ് പകരം വയ്ക്കാൻ സഹായിച്ചതും ഒക്കെ അജയനാണ്. അങ്ങനെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ഊതിപ്പെരിപ്പിച്ചതും മൂർത്തി സാറിനോട് പല കാര്യങ്ങളും ആവശ്യമില്ലാതെ പറഞ്ഞു കൊടുത്തതും ഒക്കെ അജയനാണ്. അങ്ങനെ എന്നെ അവിടുന്ന് ആട്ടിപ്പുറത്താക്കി അവിടുന്ന് എന്നെ ചവിട്ടി ഇറക്കി വിട്ടത് അജയനാണ്. അജയൻ്റെ ഉയർച്ചയിൽ ഞാനൊരു തടസ്സമാകുമെന്നുള്ള ഒരു സംശയം, അതായത് എന്നെ പുറത്താക്കണം എന്നുള്ള ഒരു ചിന്ത, അതായിരുന്നു അജയൻ്റെ മനസ്സിലുള്ളത്. അത്രയും കാര്യങ്ങൾ ആദർശിനോട് നാഗേന്ദ്ര പറഞ്ഞു കഴിയുമ്പോൾ ആദർശ് പറയാണ്, അങ്കിൾ അപ്പോൾ ഇതായിരുന്നല്ലേ ഇളയച്ചനും അങ്കിളിനോട് വൈരാഗ്യം ഉണ്ടാകാൻ? അതെ, ഇതായിരുന്നു അജയൻ്റെ ചില തിരിമറികൾ ഞാൻ കണ്ടെത്തിയതിൻ്റെ ഒരു ദേഷ്യം. അത് അവസരം കിട്ടിയപ്പം അജയൻ മുതലാക്കിയെന്നേ ഉള്ളൂ. ഞാൻ ഇനിയും തിരിച്ചു വരരുതെന്നും ഈ സത്യങ്ങളൊന്നും ആരോടും പറയരുതെന്നും അജയൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിന് ജാനകി കൂട്ടു നിൽക്കുന്നുണ്ടാവും. അതാന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അങ്കിൾ എന്തായാലും ഈ തെറ്റിദ്ധാരണയൊക്കെ മാറണം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറയുമെന്ന് പറയുക. അങ്ങനെ ആദർശും നയനിയും കൂടി ചെന്ന് മുത്തശ്ശനെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യമാക്കുകയാണ്. മുത്തശ്ശന് മനസ്സിലാകുക. മുത്തശ്ശൻ അപ്പോഴേക്കും എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. ജാനകിയെയും ജലജയും അജയനെയും വിളിക്കുകയാണ്. എന്നിട്ട് അജയനെ മുത്തശ്ശൻ ചോദ്യം ചെയ്യുന്നുണ്ട്. മുത്തശ്ശൻ അജയൻ്റെ കുത്തിന് പിടിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അജയൻ തത്ത പറയും പോലെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രൻ്റെ മനസ്സിലെ നന്മ എല്ലാവരും തിരിച്ചറിയുകയും വിളിച്ച് തിരിച്ച് കയറ്റാൻ പോവുകയൊക്കെ ചെയ്യുന്ന വമ്പൻ ട്വിസ്റ്റുകളാണ് അടുത്ത ആഴ്ചയൊക്കെ വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്